ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എൽ എം തിങ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ 7 ടാൻജൻസിൽ ഹൗ ടു ഡ്രോ ഇൻ സർക്കിൾ. ഓക്കെ, നമുക്കിനി ഇൻ സർക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇൻ സർക്കിൾ വരയ്ക്കുക. തന്നിരിക്കുന്ന മെഷർ ഉപയോഗിച്ചൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ഇതിൻ്റെ അകത്താണ് ഇൻ സർക്കിൾ വരയ്ക്കേണ്ടത്. അതിന് ആംഗിൾ ബൈസെക്ടേഴ്സ് വരയ്ക്കണം. ഇവിടെ ഒരു ചെറിയൊരു ആർക്ക് വരയ്ക്കണം. ഇവിടെ വെച്ചിട്ട് കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ വെച്ചിട്ട് അതിനെ കട്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. ഇവിടെ നമ്മൾ അതുപോലെ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ നിന്ന് കോമ്പസിൽ പകുതി കൂടുതൽ എടുത്തിട്ട് ആർക്ക് വരയ്ക്കുക. ഇവിടെ വെച്ചിട്ട് അതിനെ കട്ട് ചെയ്യുക. ഇതിനെയാണ് നമ്മൾ ആംഗിൾ ബൈസെക്ട് എന്ന് പറയുന്നത്. 3 എണ്ണം വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, 3 ആംഗിൾ ബൈസെക്ടറും ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. ഇവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കുക. ഞാൻ റഫായിട്ടാണ് വരയ്ക്കുന്നത് കേട്ടോ. ശരിക്കും മെഷർ എടുത്ത് വരയ്ക്കുക. പെർപെൻഡിക്കുലർ ബൈസെക്ടർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടി ഒന്നുകിൽ സ്കെയിൽ വെച്ചിട്ട് നേരെ ലെങ്ത് എടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു കോമ്പസ് വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. എന്നിട്ട് ഈ ആർക്കിൻ്റെ ഈ പോയിന്റിൽ നിന്ന് പകുതി കൂടുതൽ എടുത്തിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. ഇവിടെ വെച്ച് കട്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. മനസ്സിലായോ? അങ്ങനെ നമുക്ക് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കിട്ടും. ഇതിനെ ഞാൻ ഒ എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ട്രയാങ്കിളിന് ABC എന്ന് പേര് കൊടുക്കാം. ഇവിടെ ഞാൻ D എന്ന് പേര് കൊടുക്കുന്നു. OD ഡിസ്റ്റൻസ് കോമ്പസിൽ എടുത്തിട്ട് ഇത് O സെൻറ്റർ, O സെൻറ്ററായിട്ടൊരു സർക്കിൾ വരയ്ക്കുക. ഇപ്പോൾ റഫാന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നല്ലപോലെ ഫെയറായിട്ട് വരയ്ക്കുക. ചിലപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇച്ചിരിയൊക്കെ കോമ്പസിൻ്റെ ഇതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെളിയിലോട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് വരുന്ന സർക്കിളിനെയാണ് ഇൻ സർക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലല്ല? ഞാൻ ഫെയറായിട്ട് ഞാൻ ശരിക്കും മെഷർമെൻ്റ് ഒക്കെ എടുത്ത് വരച്ച് കാണിച്ചു തരാം എക്സസൈസ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ. ഇതിനെയാണ് നമ്മൾ ഇൻ സർക്കിൾ എന്ന് പറയുന്നത്. എങ്ങനെ ഇൻ സർക്കിൾ വരയ്ക്കേണ്ടത്? ട്രയാങ്കിളിൻ്റെ മെഷർ തന്നിരിക്കും. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ഗിവൺ മെഷർമെൻറ്റ്. ഡ്രോ എനി ടു angle bisectors, not perpendicular bisector, angle bisectors of any two angles. They meet at one point from there to the other side. This is the perpendicular distance. Take the distance from that point to the opposite side with that center, that intersecting point as center. Draw an arc passing through the 3 sides of the triangle, that is touches. Here these are the touching point. Okay, this is 5 marks question. They asked to find out the circumradius also. Okay, നമുക്കിനി അടുത്തത് ഇവിടെ ഒരു റിലേഷൻ വരുന്നുണ്ട്, അത് നമുക്ക് നോക്കാം. ഞാനൊരു ട്രയാങ്കിളും അതിൻ്റെ അകത്തൊരു സർക്കിൾ, ഈ സർക്കിള് വരച്ചിട്ടുണ്ട്. ഇതാണ് ടാൻജന്റ് പോയിന്റ്. Tangent point. This we can mark as O. Tangent is perpendicular to the radius to the point of contact. അപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് ഇത് 90 ആയിരിക്കും, 90 ആയിരിക്കും, 90 ആയിരിക്കും. We'll give the name ABC. Now ഇതിനെ ഞാൻ ഇവിടെ നോക്കിക്കേ, OC ജോയിൻ ചെയ്യുന്നു, OA ജോയിൻ ചെയ്യുന്നു, OB ജോയിൻ ചെയ്യുന്നു. അപ്പം നമുക്ക് നോക്കിക്കേ 3 ട്രയാങ്കിൾ കിട്ടിയില്ലേ? നോക്ക് ഏതൊക്കെയാ ട്രയാങ്കിൾ. ട്രയാങ്കിൾ AOB, ട്രയാങ്കിൾ BOC, ട്രയാങ്കിൾ AOC. ഈ 3 ട്രയാങ്കിളിൻ്റെയും ഏരിയ എന്ന് പറയുന്നത് സം ഓഫ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC.
area of triangle ABC equals area KR short എഴുതാം. Area of triangle AOB plus area of triangle BOC plus area of triangle AOC. ഇവിടെ നോക്കേ, ഇത് റേഡിയസ് അല്ലേ, ഇത് റേഡിയസ്, ദെൻ റേഡിയസ്, ദെൻ റേഡിയസ്. ഓക്കെ, ഇത് നോക്കിക്കേ, ഇൻ ട്രയാങ്കിൾ വാട്ട്സ് ഏരിയ ഓഫ് ട്രയാങ്കിൾ? ഈ സൈഡ്സിന് നമുക്ക് ABC എന്ന് പേര് കൊടുക്കാം. ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡിന് സി എന്നും, എയുടെ ഓപ്പോസിറ്റിന് സ്മോൾ എ എന്നും, ബിയുടെ ഓപ്പോസിറ്റിന് സ്മോൾ ബി എന്നും പേര് കൊടുക്കാം. Now, area of triangle AOB. What is area of triangle AOB? Area of triangle AOB equals half base into height. Base എന്ന് പറയുന്നത് AB, height എന്ന് പറയുന്നത് OC. ആദ്യം അങ്ങനെ എഴുതി, AB into OC equals half into ABക്ക് ഞാൻ എന്താ പേര് കൊടുത്തത്? സി എന്ന് പേര് കൊടുത്തല്ലേ, സിയുടെ ഓപ്പോസിറ്റ് സി, സി ഇൻറ്റു ഒ സി. ഒ സി ഈസ് റേഡിയസ്, ഹാഫ് സി ആർ. Similarly, we can find the area of triangle BOC and AOC. Area of triangle BOC equals half into the BOC, base A, height R, half into A into R, A into R equals half area. Now area of triangle AOC, half into എന്താണ് കൊടുത്തിരിക്കുന്നത്? B, B into R, half BR. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാണ്. ഇങ്ങോട്ട് എഴുതാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BOC പ്ലസ്, ഇതൊക്കെയാണ് മൂന്ന് ട്രയാങ്കിൾ ഇല്ലേ? Area of triangle AOB plus area of triangle BOC plus area of triangle AOC equals AOB half CR, half CR plus half AR plus half BR. ഇതിൽ നിന്ന് ഹാഫ് ആർ കോമൺ ഫാക്ടർ എടുത്താൽ നമുക്ക് എന്താ കിട്ടും? നോക്കിക്കേ, ബ്രാക്കറ്റിനകത്ത് എന്താ വരും? എ പ്ലസ് ബി പ്ലസ് സി. യു സി എ പ്ലസ് ബി പ്ലസ് സി, സി പ്ലസ് എ പ്ലസ് ബി. ഞാൻ എ പ്ലസ് ബി പ്ലസ് സി എന്ന് എഴുതാണ്. ഹാഫ് ആർ, ഇവിടെ നോക്കിക്കേ, ഹാഫ് ആർ ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു perimeter A plus B plus C, sum of the sides by 2. Perimeter, half the perimeter is denoted by the letter S. Area you can write as A. So, area of triangle, see, area of these, sum of these three triangles is equal to area of triangle ABC. Therefore, area is equal to S R, S into R. Therefore, R is equal to A by S. അപ്പോൾ ഇവിടെ നമുക്കൊരു റിലേഷൻ വരുന്നുണ്ട്, ഇവിടെ ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. എന്താണ് ആ പ്രോപ്പർട്ടി? നോക്കിക്കേ, ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ BOC പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOC is equal to ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC. So we can, from the relation R is equal to A by S, we can say that radius of incircle of triangle A, its area divided by half perimeter. Half perimeter is denoted by S. So
area of radius of the incircle, this is radius. Radius of the incircle is equal to area by half perimeter. ഒന്നുകൂടി പറയാം, radius of the incircle of a triangle is its area divided by half the perimeter. ഇതൊരു പ്രോപ്പർട്ടി തന്നെയാണ്, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ ഇത് ആവശ്യം വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള എല്ലാ പ്രോപ്പർട്ടീസും കൺസെപ്റ്റും എല്ലാം. അപ്പോൾ ഇനി നമുക്ക് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. ദാറ്റ് വിൽ ഡു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ.